ഇന്ത്യയുടെ ആദ്യത്തെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈൽ വിജയകരമായി പരീക്ഷിച്ചുകൊണ്ട് ഇന്ത്യ അടുത്തിടെ ഒരു സുപ്രധാന നാഴികക്കല്ല് കൈവരിച്ചിരിക്കുന്നു. ഈ പരീക്ഷണം വഴി ഇത്തരത്തിൽ വിപുലമായ സൈനിക സാങ്കേതിക വിദ്യയുള്ള രാജ്യങ്ങളുടെ ഒരു പ്രത്യേക ഗ്രൂപ്പിലേക്ക് ഇന്ത്യ തങ്ങളുടെ പ്രവേശനം അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലിന്റെ വിജയകരമായ ഫ്ലൈറ്റ് ട്രയൽ ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ 2024 നവംബർ 16 ഇന്ത്യയിലെ ഒഡീഷ തീരത്ത് നടത്തി. ഈ ഹൈപ്പർസോണിക് മിസൈൽ 1500 കിലോമീറ്റർ കൂടുതൽ ദൂരത്തേക്ക് വിവിധ പേലോഡുകൾ വഹിക്കാൻ രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ് എന്നും ട്രയൽ സമയത്ത് ഉയർന്ന തലത്തിലുള്ള കൃത്യത പ്രകടമാക്കിയിട്ടുണ്ട് എന്നും DRDO വ്യക്തമാക്കുന്നു. ഈ നേട്ടം ഇന്ത്യയുടെ സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കുകയും അമേരിക്ക, റഷ്യ, ചൈന എന്നിവയുൾപ്പെടെ അത്തരം കഴിവുകളുള്ള ഒരു പ്രമുഖ രാജ്യങ്ങളുടെ ഇടയിൽ സ്ഥാനം നൽകുകയും ചെയ്യുന്നുവെന്ന് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഊന്നി പറഞ്ഞു. ഹൈദരാബാദിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം മിസൈൽ കോംപ്ലക്സിൽ തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ മിസൈൽ പ്രതിരോധ സാങ്കേതിക വിദ്യയിലെ ഇന്ത്യയുടെ വളരുന്ന സ്വാശ്രയത്വം പ്രകടമാക്കുന്നു. ഒന്നിലധികം ഡൊമെയിനുകളിൽ വിന്യസിച്ചിരിക്കുന്ന വിവിധ ട്രാക്കിംഗ് സംവിധാനങ്ങൾ മിസൈലിന്റെ പറക്കൽ നിരീക്ഷിക്കുകയും വിജയകരമായ ടെർമിനൽ മാനുവറബിലിറ്റിയും ആഘാത കൃത്യതയും സ്ഥിരീകരിച്ച ഡേറ്റ ശേഖരിക്കുകയും ചെയ്തു. ഒന്നിലധികം DRDO ലബോറട്ടറികളും വ്യാവസായിക പങ്കാളികളും തമ്മിലുള്ള സഹകരണം ഈ പദ്ധതിയിൽ ഉൾപ്പെട്ടിരുന്നു എന്നതിൽ നിന്നും ഇന്ത്യയുടെ പ്രതിരോധ ശേഷികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള യോജിച്ച ശ്രമം എടുത്തു കാണിക്കുന്നു. ഹൈപ്പർസോണിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം ഇന്ത്യയുടെ പ്രതിരോധ നില ഉയർത്തുക മാത്രമല്ല, നൂതന സൈനിക സാങ്കേതിക വിദ്യകൾ വികസിപ്പിക്കുന്നതിനുള്ള പ്രതിബദ്ധതയെ പ്രതിഫലിപ്പിക്കുകയും ചെയ്യുന്നു. രാഷ്ട്രങ്ങൾ തങ്ങളുടെ തന്ത്രപരമായ നേട്ടങ്ങൾക്കായി ഹൈപ്പർസോണിക് ആയുധങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ ഈ ഡൊമെയിനിലേക്കുള്ള ഇന്ത്യയുടെ പ്രവേശനം പ്രാദേശിക സുരക്ഷാ ചലനാത്മകതയ്ക്ക് വിശാലമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്ത്യയുടെ ദീർഘദൂര ഹൈപ്പർസോണിക് മിസൈലിന്റെ വിജയകരമായ പരീക്ഷണം അതിന്റെ പ്രതിരോധ ശേഷിയിലെ ഒരു സുപ്രധാന നിമിഷത്തെ പ്രതിനിധീകരിക്കുന്നു എന്ന് മാത്രമല്ല, സൈനിക സന്നദ്ധത വർദ്ധിപ്പിക്കുന്നതിനോടൊപ്പം മറ്റ് ആഗോള ശക്തികളുമായി ഇന്ത്യയെ വിന്യസിക്കുകയും ചെയ്യുന്നു. ഇന്ത്യയുടെ ഹൈപ്പർസോണിക് മിസൈലിന്റെ കഴിവുകളെ പറ്റി അറിയണമെങ്കിൽ ആദ്യം നമ്മൾ HSTDVയെ പറ്റി അറിയണം. ഒഡീഷ തീരത്തുള്ള വീലർ ദ്വീപിലെ ഡോക്ടർ APJ അബ്ദുൽ കലാം ലോഞ്ച് കോംപ്ലക്സിൽ നിന്നുമുള്ള ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളിന്റെ ഫ്ലൈറ്റ് ടെസ്റ്റ് വഴി DRDO ഹൈപ്പർസോണിക് എയർ ബ്രീത്തിംഗ് സ്ക്രാംജെറ്റ് സാങ്കേതിക വിദ്യയുടെ വിജയകരമായ പ്രകടനം 2023 ജനുവരി 28 നടത്തിയിരുന്നു. കൂടാതെ 2020 സെപ്റ്റംബർ 7 നടത്തിയ സമാനമായ ഹൈപ്പർസോണിക് ടെസ്റ്റ് ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളിന്റെ വിജയകരമായ പരീക്ഷണത്തിന് DRDOയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചിരുന്നു. നമ്മുടെ ശാസ്ത്രജ്ഞർ വികസിപ്പിച്ചെടുത്ത സ്ക്രാംജെറ്റ് എഞ്ചിൻ ശബ്ദത്തിന്റെ 6 മടങ്ങ് വേഗത കൈവരിക്കാൻ വെഹിക്കിളിനെ സഹായിച്ചതായും ഇന്ന് വളരെ കുറച്ച് രാജ്യങ്ങൾക്ക് മാത്രമേ ഇത്തരം കഴിവുകളുള്ളൂ എന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഈ വിഷയത്തിലേക്ക് ആഴത്തിൽ പോകുന്നതിന് മുൻപ് ക്രൂയിസ് മിസൈലുകളുടെ വിവിധ തരങ്ങളെക്കുറിച്ച് ആദ്യം വിശദമായി നോക്കാം. സബ്സോണിക്, സൂപ്പർസോണിക്, ഹൈപ്പർസോണിക് എന്നിങ്ങനെ വേഗതയെ ആശ്രയിച്ച് മിസൈലുകളെ തരംതിരിച്ചിരിക്കുന്നു. സബ്സോണിക് ക്രൂയിസ് മിസൈൽ ശബ്ദത്തേക്കാൾ കുറഞ്ഞ വേഗതയിലായിരിക്കും സഞ്ചരിക്കുക, അതായത് ഏകദേശം 0.8 മാക് വേഗതയിൽ ഈ മിസൈലുകൾ സഞ്ചരിക്കുന്നു. അമേരിക്കൻ ടോമഹോക്ക് ക്രൂയിസ് മിസൈലാണ് ഏറ്റവും അറിയപ്പെടുന്ന സബ്സോണിക് മിസൈൽ. അമേരിക്കയുടെ ഹാർപൂൺ, ഇന്ത്യയുടെ നിർഭയ്, ഫ്രാൻസിന്റെ എക്സോസെറ്റ് എന്നിവയാണ് മറ്റ് പ്രമുഖ സബ്സോണിക് മിസൈലുകൾ. അതേസമയം സൂപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ 2 മുതൽ 3 മാക് വേഗതയിൽ സഞ്ചരിക്കുന്നു. അതായത് ഏകദേശം 1 സെക്കൻഡിൽ 1 കിലോമീറ്റർ സഞ്ചരിക്കാൻ ഈ മിസൈലുകൾക്ക് കഴിയും. ഇന്ത്യയും റഷ്യയും സംയുക്തമായി വികസിപ്പിച്ച ബ്രഹ്മോസ് ആണ് ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർസോണിക് ക്രൂയിസ് മിസൈൽ. തന്ത്രപരമായ ക്രൂയിസ് മിസൈൽ ട്രയാഡ് പൂർത്തിയാക്കാൻ കഴിഞ്ഞ ഏക മിസൈലും ബ്രഹ്മോസ് മാത്രമാണ്. സൂപ്പർസോണിക് മിസൈലുകളുടെ മറ്റൊരു മികച്ച ഉദാഹരണമാണ് അമേരിക്കയുടെ AGM-69 ഷോർട്ട് റേഞ്ച് അറ്റാക്ക് മിസൈൽ. ഹൈപ്പർസോണിക് ക്രൂയിസ് മിസൈലുകൾ ശബ്ദത്തിന്റെ വേഗതയേക്കാൾ 5 മടങ്ങ് വേഗതയിൽ സഞ്ചരിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. റഷ്യയുടെ 3M-22 സിർക്കോൺ ഹൈപ്പർസോണിക് ആന്റിഷിപ്പ് ക്രൂയിസ് മിസൈലാണ് നിലവിലുള്ള ഉദാഹരണങ്ങളിൽ ഏറ്റവും മികച്ചത്. ഡിഫൻസ് റിസർച്ച് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ വികസിപ്പിച്ചെടുത്ത HSTDV ഹൈപ്പർസോണിക് പ്രൊപ്പൽഷൻ ടെക്നോളജികളെ അടിസ്ഥാനമാക്കിയുള്ളതാണ്. ദീർഘദൂര മിസൈൽ സംവിധാനങ്ങളും ഏരിയൽ പ്ലാറ്റ്ഫോമുകളും പോലെയുള്ള ഭാവി ബഹിരാകാശാസ്തികൾ വികസിപ്പിക്കാൻ ഇത് ഇന്ത്യയെ സഹായിക്കുമെന്ന് കരുതപ്പെടുന്നു. 30 കിലോമീറ്റർ ഉയരത്തിലെത്തിക്കാൻ ശേഷിയുള്ള തെളിയിക്കപ്പെട്ട സോളിഡ് റോക്കറ്റ് മോട്ടോർ ഉപയോഗിച്ചാണ് ഈ ഹൈപ്പർസോണിക് ക്രൂയിസ് വാഹനം വിക്ഷേപിച്ചത്. ഈ പരീക്ഷണത്തിൽ ഹൈപ്പർസോണിക് വേഗത കൈവരിച്ചപ്പോൾ ഇവയുടെ എയറോഡൈനാമിക് ഹീറ്റ് ഷീൽഡുകൾ വേർതിരിഞ്ഞു. തുടർന്ന് വിക്ഷേപണ വാഹനത്തിൽ നിന്നും ക്രൂയിസ് വാഹനം വേർതിരിയുകയും പ്ലാൻ ചെയ്തതുപോലെ എയർ ഇൻടേക്ക് തുറക്കുകയും ചെയ്തു. ഹൈപ്പർസോണിക് കമ്പഷൻ നിലനിർത്തിയതിനു ശേഷം ക്രൂയിസ് വെഹിക്കിൾ അതിന്റെ ആവശ്യമുള്ള ഫ്ലൈറ്റ് പാതയിൽ ശബ്ദത്തിന്റെ 6 ഇരട്ടി വേഗതയിൽ തുടർന്നു. അതായത് സെക്കൻഡിൽ ഏകദേശം 2 കിലോമീറ്റർ വേഗതയിൽ 20 സെക്കൻഡിൽ കൂടുതൽ ഫ്ലൈറ്റ് പാതയിൽ തുടർന്നു. ഫ്യൂൽ ഇഞ്ചക്ഷനും സ്ക്രാംജെറ്റിന്റെ ഓട്ടോ ഇഗ്നീഷനും ഉൾപ്പെടെയുള്ള നിർണായക സംഭവങ്ങൾ ഈ പരീക്ഷണത്തിൽ സാങ്കേതിക പക്വത പ്രകടമാക്കിയിരുന്നു. ഒന്നിലധികം ട്രാക്കിംഗ് റഡാറുകളുടെയും ഇലക്ട്രോ ഒപ്റ്റിക്കൽ സിസ്റ്റങ്ങളുടെയും ടെലിമെട്രി സ്റ്റേഷനുകളുടെയും സഹായത്തോടെ സ്ക്രാംജെറ്റ് എഞ്ചിൻ ഉൾപ്പെടെയുള്ള വിക്ഷേപണത്തിന്റെയും ക്രൂയിസ് വാഹനത്തിന്റെയും പാരാമീറ്ററുകൾ നിരീക്ഷിച്ചിരുന്നു. ഹൈപ്പർസോണിക് വാഹനത്തിന്റെ ക്രൂയിസ് ഘട്ടത്തിലെ പ്രകടനം നിരീക്ഷിക്കുന്നതിനായി ഒരു കപ്പലും ബംഗാൾ ഉൾക്കടലിൽ ഇന്ത്യ വിന്യസിച്ചിരുന്നു.
പരീക്ഷണത്തിലെ എല്ലാ പ്രകടന പാരാമീറ്ററുകളും ദൗത്യത്തിന്റെ മികച്ച വിജയത്തെ സൂചിപ്പിക്കുന്നു. സ്ക്രാംജെറ്റ് എഞ്ചിൻ റാംജെറ്റ് സാങ്കേതികവിദ്യയേക്കാൾ മികച്ചതാണെന്ന് പറയപ്പെടുന്നു. ഇത് ഹൈപ്പർസോണിക് വേഗതയിൽ കാര്യക്ഷമമായി പ്രവർത്തിക്കുകയും സൂപ്പർസോണിക് കമ്പഷൻ അനുവദിക്കുകയും ചെയ്യുന്നു. ഹൈപ്പർസോണിക് മിസൈലുകൾ മാക് 5-ൽ കൂടുതൽ വേഗതയിലാണ് സഞ്ചരിക്കുക എന്നതിനാൽ ഉയർന്ന ഡൈനാമിക് പ്രഷറിലും വളരെ ഉയർന്ന താപനിലയിലും സ്ക്രാംജെറ്റ് എഞ്ചിൻ പ്രവർത്തിച്ചു പോരുന്നു. ആധുനിക ആയുധങ്ങളുടെ ഒരു പുതിയ ക്ലാസ് വികസിപ്പിക്കുന്നതിൽ ഇന്ത്യ ആദ്യപടി സ്വീകരിച്ചതായാണ് ഈ വികസനത്തെ കണക്കാക്കുന്നത്. ഇതിന്റെ ഭാഗമായി ഒഡീഷ തീരത്തെ വിക്ഷേപണ കേന്ദ്രത്തിൽ നിന്നും ആദ്യമായി ഹൈപ്പർസോണിക് ടെക്നോളജി ഡെമോൺസ്ട്രേറ്റർ വെഹിക്കിളിന്റെ വിജയകരമായ ഫ്ലൈറ്റ് ടെസ്റ്റ് DRDO നടത്തിയിരുന്നു. അതായത് ഈ ആയുധത്തിന് ശബ്ദവേഗതയേക്കാൾ 6 മടങ്ങ് വേഗത്തിൽ സഞ്ചരിക്കാനും ഏത് മിസൈൽ പ്രതിരോധ സംവിധാനത്തെയും കബളിപ്പിക്കാനും കഴിയും. ചുരുക്കി പറഞ്ഞാൽ ഈ ആയുധത്തിന് മാക് 6 അഥവാ മണിക്കൂറിൽ 7408 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാൻ കഴിയും. ഇനി നമുക്ക് ഹൈപ്പർസോണിക് ഫ്ലൈറ്റുകളുടെ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. വളരെ ഉയർന്ന താപനിലയിലും എയറോഡൈനാമിക് ഫോഴ്സുകളും കാരണം ഹൈപ്പർസോണിക് ഫ്ലൈറ്റുകൾ പലപ്പോഴും ബുദ്ധിമുട്ടാണ്. അതിനാൽ താപനിലയും വായുവിന്റെ വേഗതയും കൈകാര്യം ചെയ്യുക എന്നതാണ് DRDOയുടെ മുന്നിലുള്ള പ്രധാന വെല്ലുവിളി. ഹൈപ്പർസോണിക് മാനുവറബിലിറ്റിക്കുള്ള എയറോഡൈനാമിക് കോൺഫിഗറേഷൻ, ഇഗ്നീഷനായുള്ള സ്ക്രാംജെറ്റ് പ്രൊപ്പൽഷനുകളുടെ ഉപയോഗം, മാക് 6-ൽ കൂടുതൽ വേഗതയിൽ പ്രവർത്തിക്കുന്ന വേർതിരിക്കൽ സംവിധാനം തുടങ്ങിയ വിവിധ നിർണായക സാങ്കേതിക വിദ്യകളെക്കുറിച്ച് ഈ ഫ്ലൈറ്റ് വിജയകരമായി തെളിയിച്ചിരുന്നു. 2010കളുടെ തുടക്കത്തിൽ തന്നെ DRDO HSTDVക്കായുള്ള എഞ്ചിന്റെ വികസനം ആരംഭിച്ചു. വാസ്തവത്തിൽ ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയും ഈ സാങ്കേതിക വിദ്യയുടെ വികസനത്തിൽ പ്രവർത്തിക്കുകയും 2016 ഒരു സംവിധാനം വിജയകരമായി പരീക്ഷിക്കുകയും ചെയ്തു. 2019 ജൂണിൽ DRDO തന്നെ ഈ സംവിധാനത്തിന്റെ ഒരു പരിശോധനയും നടത്തിയിരുന്നു. കൂടാതെ DRDOയുടെ ഈ സ്പെഷ്യൽ പ്രോജക്റ്റിൽ പൂനെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ആയുധ കോമ്പാറ്റ് എഞ്ചിനീയറിംഗ് ക്ലസ്റ്റർ ഉൾപ്പെടെയുള്ള വിവിധ സൗകര്യങ്ങളിൽ നിന്നുമുള്ള സംഭാവനകൾ ഉൾക്കൊള്ളുന്നു. ഒരു DRDO ശാസ്ത്രജ്ഞന്റെ അഭിപ്രായത്തിൽ ഹൈപ്പർസോണിക് വേഗതയിൽ സിസ്റ്റത്തിന് 2500 ഡിഗ്രി സെൽഷ്യസ് വരെ താപനിലയും വായുവേഗതയും കൈകാര്യം ചെയ്യേണ്ടതുണ്ട് എന്നതിനാൽ മെറ്റീരിയലിന്റെ വികസനം ഒരു പ്രധാന വെല്ലുവിളിയായിരുന്നു. ഇതുകൂടാതെ ഈ പ്രോജക്റ്റിനായി DRDO ഇതിനോടകം തന്നെ ലഭ്യമായ നിരവധി സാങ്കേതിക വിദ്യകളും ഉപയോഗിച്ചിട്ടുണ്ട്. കൂടാതെ കുറഞ്ഞ ചെലവിൽ ചെറിയ ഉപഗ്രഹങ്ങളുടെ വിക്ഷേപണം പോലെയുള്ള ഒന്നിലധികം സിവിലിയൻ ആപ്ലിക്കേഷനുകളുള്ള ഒരു ഇരട്ട ഉപയോഗ സാങ്കേതിക വിദ്യ കൂടിയാണ് HSTDV. അതോടൊപ്പം ഹൈപ്പർസോണിക് ലോങ് റേഞ്ച് ക്രൂയിസ് മിസൈലുകൾക്കുള്ള വാഹനമായും HSTD ഉപയോഗിക്കുമെന്ന് നിലവിൽ നമുക്ക് ഉറപ്പായിട്ടുണ്ട്. അതിനാൽ തന്നെ HSTDVയുടെ ടെസ്റ്റ് ഫയറിംഗ് ഇന്ത്യക്ക് വളരെ പ്രധാനമായിരുന്നു. ഈ പരീക്ഷണം വഴി അമേരിക്ക, റഷ്യ, ചൈന എന്നിവ മാത്രമുള്ള ഹൈപ്പർസോണിക് മിസൈൽ ക്ലബ്ബിൽ ഇന്ത്യയും ചേർന്നിരുന്നു. ഹൈപ്പർസോണിക് മിസൈലിന്റെ വികസനത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന ഈ മഹത്തായ പരീക്ഷണം ഇന്ത്യക്ക് മുന്നിൽ നിരവധി സാധ്യതകൾ നിലവിൽ തുറന്നു നൽകിയിരിക്കുന്നു. ഈ സാധ്യതകൾ ഉപയോഗപ്പെടുത്തി ലോകത്തിലെ ഏറ്റവും മികച്ച ഹൈപ്പർസോണിക് മിസൈൽ നിലവിൽ ഇന്ത്യ നിർമ്മിച്ചിരിക്കുന്നു എന്നതിൽ നിന്നും ഇന്ത്യയുടെ മിസൈൽ സാങ്കേതിക വിദ്യാ കഴിവുകൾ ലോക പ്രശസ്തി നേടുന്നു.